നമസ്കാരം. ക്ലാസ് 9th കെമിസ്ട്രിയുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയ ഓർഗാനിക് കെമിസ്ട്രി അതിലെ ലെറ്റസ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ ഈസ് ഗിവൺ ബിലോ. ഒരു ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. റൈറ്റ് ഇറ്റ്സ് കണ്ടൻസ്ഡ് ഫോർമുല. ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കണ്ടൻസ്ഡ് ഫോർമുല വരുന്നത്? ഇവിടെ നോക്കുക കേട്ടോ. അതാ ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ ഇല്ലേ, ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ എന്ത് വരും? CH3 എന്ന് വരും ഇല്ലേ, CH3 വരും. പിന്നെ സിംഗിൾ ബോണ്ട് ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ കാർബണിന്റെ ഇവിടെ എങ്ങനെയാണ് 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പൊ എന്ത് വരും? CH2 അല്ലേ. പിന്നെ ഇതാ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്, അതങ്ങനെ എഴുതി. പിന്നെ എന്താണ്? CH വന്നു. ദെൻ പിന്നെ ഇവിടെ എന്താണ്? ഡബിൾ ബോണ്ട് ആണ് അല്ലേ, ഡബിൾ ബോണ്ട്. പിന്നെ CH പിന്നെ എന്ത് വരും? CH2 വരും ഇല്ലേ. ഇവിടെ ഡബിൾ ബോണ്ട് വന്നാൽ പിന്നെ ഇവിടെ ഏതാണ്? 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പം CH2 എന്ന് വരും. അപ്പം CH3 CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 വരും. ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. ഇനി റൈറ്റ്സ് ഇസ് മോളിക്കുലാർ ഫോർമുല. തന്മാത്രാ സൂത്രം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ആണല്ലേ. അപ്പം 4 C4. ഹൈഡ്രജൻ എത്രയുണ്ട്? 3 5 6 6 2 8. അപ്പം എത്രയാണ്? C4H8 എന്ന് വരും. Then draw the structure of the first compound of the homologous series to which this hydrocarbon belongs. ഈ ഹൈഡ്രോകാർബൺ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഹോമോലോഗസ് സീരീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന്റെ ഫസ്റ്റ് കോമ്പൗണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇത് ഡബിൾ ബോണ്ട് വന്നു ഇല്ലേ. ഡബിൾ ബോണ്ട് വരുന്നപ്പോൾ ഏതാണ്? ആൽക്കീനാന്ന് നമുക്കറിയാം ഇല്ലേ. ഡബിൾ ബോണ്ട് വന്നു, ആൽക്കീനാന്ന് നമുക്കറിയാം. അപ്പം ആൽക്കീനാണ്, അത് ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ആൽക്കീനാണ്. അപ്പം ആൽക്കീൻ വരുമ്പോൾ അതിന്റെ ജനറൽ ഫോമിൽ എങ്ങനെയാണ് വരുന്നത്? CnH2n എന്ന് വന്നു. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് എങ്ങനെയാണ്? C4H8 ആണ് ഇതിന്റെ വന്നത് അല്ലേ. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല C4H8 വന്നു. അപ്പൊ അതിന് തൊട്ട് മുന്നിലുള്ള എന്തായിരിക്കാം വരുന്നത്? CnH2n വെച്ചിട്ടല്ലേ വരുന്നത്. അപ്പൊ എന്ത് വരും? C2 അല്ലേ. C2 എന്ത് വരും? C2H4 എന്ന് വരും, അതിന്റെ തൊട്ട് മുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് C4H8 ആണ് വരുന്നത് അല്ലേ. നമ്മുടെ ജനറൽ ഫോർമുല വെച്ചിട്ട് വരുമ്പോൾ C2H4 ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഘടന വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? 2 കാർബൺ ആറ്റം അല്ലേ, 2 കാർബൺ ആറ്റമാണ് ഇവിടെ ഉള്ളത്. ദെൻ ഡബിൾ ബോണ്ടും നമുക്കറിയാം. പിന്നെ എത്ര ഹൈഡ്രജൻ വേണം? 4 ഹൈഡ്രജൻ വേണം ഇല്ലേ. അപ്പോൾ ദാ ഇവിടെ ഇല്ലേ, ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കാം നമുക്ക്. ദാ ഇവിടെ ഒരെണ്ണം കൊടുക്കാം, അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ സ്ട്രക്ചറും വരച്ചു. ദെൻ എന്താണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. IUPAC നെയിം എന്താണ് വരുന്നത്? 2 കാർബണാറ്റ് ആണല്ലേ. അപ്പം എന്ത് വരും? എത്തുന്നു വരും, അതായത് ഈഥീൻ. ഇതിന്റെ IUPAC നെയിം ഏതാണ്? ഈഥീൻ ആണല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. C2H6 C3H8 അങ്ങനെ പോവുകയാണ്. C5H12 വന്നു. ബിലോങ്സ് ടു ദ സെയിം ഹോമോലോഗോ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സെയിം ഹോമോലോഗോ സീരീസ് വരുന്നതാണ്. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദി മിസ്സിംഗ് കോമ്പൗണ്ട്. ഇവിടെ മിസ്സിംഗ് കോമ്പൗണ്ട് ഇവിടെ ഉണ്ട്, അതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാ ഓർഡർ നോക്കിയേ. C2H6 ആണ്, C3H8 ആണ്. അപ്പൊ അടുത്ത ഏത് വരും? C4 അല്ലേ. C4 ഏതാണ് വരുന്നത്? H10 വരും അല്ലേ. C4H10 ആണ് അടുത്ത് വരുന്നത്. C4H10, അടുത്ത C5H12. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദി ഹോമോലോഗസ് സീരീസ് ടു വിച്ച് ദീസ് കോമ്പൗണ്ട്സ് ബിലോങ്. അപ്പൊ ഇത് ഏത് ഹോമോലോഗസ് സീരീസിൽ വരുന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഫോർമാറ്റ് നോക്കി എങ്ങനെയാണെന്നുള്ളത്? C4H10 അല്ലെങ്കിൽ C2H6, അതായത് ഏതെങ്കിലും വരും. CN അല്ലേ. CN ഹൈഡ്രജന്റെ വാല്യൂ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 2 ആഡ് ചെയ്തോ വന്നിരിക്കുന്നില്ല. കാർബണിന്റെ കൊടുത്ത് 2 ആഡ് ചെയ്യും, അതായത് CnH2n+2 എന്നൊരു ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പം അത് ഏത് ഇതിൽ വരുന്നതാണ്? ആൽക്കെയിനിൽ വരുന്നതാണ് അല്ലേ. ആൽക്കെയിനിൽ വരുന്നതാണ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് C2H6. C2H6ന്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് പറയുന്നത്. C2H6 ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 2 കാർബൺ ആറ്റം ഇല്ലേ. 2 കാർബൺ ആറ്റമാണ്. ആൽക്കെയിൻ ആയതുകൊണ്ട് സിംഗിൾ ബോണ്ട് ആണ്. പിന്നെ ഹൈഡ്രജൻ എത്ര എണ്ണം വേണം? 6 എണ്ണം വേണം ഇല്ലേ. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യാം. ദാ ഇവിടെ ഇല്ലേ, ഇവിടെ 3 സ്ഥലത്ത് നമുക്ക് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. എങ്കിലല്ലേ അവിടെ ബോണ്ടിങ് പൂർത്തിയാകത്തുള്ളൂ. കാർബണേറ്റ് 4 എണ്ണം വരണമല്ലോ. അപ്പം ഓൾറെഡി ഇവിടെ 3 എണ്ണം വന്നു, ഇവിടെ ഒരെണ്ണമായി. ബാക്കി നമുക്ക് ഇവിടെ 3 ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. അപ്പൊ ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് C2H6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോളിക്കുലാർ ഫോർമുല ഓഫ് സം ഹൈഡ്രോകാർബൺസ് ആർ ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് ഹൈഡ്രോകാർബൺ തന്നിട്ടുണ്ട്, അതിന് മോളിക്കുലാർ ഫോർമുലയാണ് തന്നിരിക്കുന്നത് കേട്ടോ. C3H8, C4H8, C4H10, C3H6. വിച്ച് എമംഗ് ദീസ് ആർ ആൽക്കെയിൻസ്. ഇതിലെ ആൽക്കെയിൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞ എന്താണ്? CnH2n+2 ആണ് വരേണ്ടത്.
അപ്പം ആൽക്കെയിന് കാർബണിന്റെ എണ്ണം നോക്കുക, ഏതാ കാർബണിന്റെ എണ്ണം നോക്കുക. ദെൻ അതിന്റെ 2 ഇരട്ടി വന്നിട്ട് പിന്നെന്താണ് അതിൻ്റെ അടുത്ത് 2 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൽക്കെയിന് വരുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കിയേ 3ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 6 വരും. പിന്നെ അതിൻ്റെ അടുത്ത് 2 ആഡ് ചെയ്യുമ്പോൾ 8 വന്നു. അപ്പോൾ ഇതെന്താണ് ആൽക്കെയിന് വരുന്നതാണ്. നെക്സ്റ്റ് നോക്കിയേ 4 കാർബൺ. അപ്പം അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 8 വരും. പക്ഷെ അത് തന്നെയാണ്, അപ്പം ഇത് വരുകയല്ല. ഇതാ നോക്കിയേ ഇത് 4ന്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 8 വരും. അതിൻ്റെ അടുത്ത് 2 ആഡ് ചെയ്യും. അപ്പം ഇത് വരും. ഇതുണ്ടോ? ഇത് വരികയല്ല അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? കാറ്റഗറിയിൽ വരുന്ന ഏതൊക്കെയാണ്? C3H8 അതുപോലെ തന്നെ C4H10 ഇല്ലേ? 2 എണ്ണമാണ് വരുന്നത്. Then what is the general formula of alkenes? ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല എഴുതാനുള്ള എന്ത് വരും? CN ആൽക്കീൻ ആണ് കേട്ടോ, CnH2n. ഇനി റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ആൽക്കൈൻസ് ഹാവിംഗ് 4 കാർബൺ ആറ്റം. 4 കാർബൺ ആറ്റം ഉള്ള ആൽക്കൈൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 കാർബൺ ആറ്റം വരണം. ഓർക്കോട്ടെ 4 കാർബൺ ആറ്റമാണ്. അപ്പോൾ ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. ആൽക്കൈൻ എന്ന് വരുമ്പോൾ എങ്ങനെയാണ്? CnH2n-2 എന്നാണ് വരേണ്ടത് ഇല്ലേ? അപ്പം 4 കാർബൺ ആറ്റം വരണം. അപ്പം 4 കാർബൺ ആറ്റം ദെൻ എന്താണ്? ആൽക്കൈൻ ആണ് വരേണ്ടത്. അപ്പം 4 കാർബൺ ആറ്റം വരുമ്പോൾ നമുക്ക് ഇതേ ഫോർമാറ്റ് നോക്കുക. അപ്പോൾ ഹൈഡ്രജൻ എങ്ങനെ വരും? ഹൈഡ്രജൻ H2n. അപ്പം ഇത് 4 വരുവാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ എങ്ങനെയാണ്? 2 × 4 വരും, -2 എന്ന് വരും. അതായത് C4 ഇനി വരും. ഇത് 8 - 2 അതായത് C4H6 വരും അല്ലേ? C4H6 ആണ് 4 കാർബൺ ആറ്റമുള്ള ആൽക്കൈൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. അടുത്ത നോക്കുക 4th വൺ. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ മിസ്സിംഗ് കോമ്പൗണ്ട്സ് ഇൻ ദ ഹോമോലോഗോ സീരീസ് കേട്ടോ. മിസ്സിംഗ് കോമ്പൗണ്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി നോക്കുക കേട്ടോ. കാറ്റഗറി എ വന്നു, C2H4 ആണ് വന്ന്, C2H4 വന്നു. അടുത്ത ഏത് വരണം? C3 വരുവാണ്. C4 വരുവാണെങ്കിൽ ഇവിടെ C5 വരുന്നുണ്ട് ഇല്ല? അപ്പം നമുക്ക് അടുത്ത് എന്ത് എഴുതാം? C3 ഇല്ല. C3 ഹൈഡ്രജൻ എത്ര വരും? ഇവിടെ 4 വന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും? 6 വരാം ഇല്ലേ? C3H6 വരാം ഇല്ല? അടുത്ത ഏത് വരും? C4H8 വരും ഇല്ല? അടുത്തത് C5H10. ഓക്കെ ആണല്ലോ? C5H10 വന്നു. അപ്പോൾ അടുത്ത് എന്ത് വരും? C6H12 വരും. പിന്നെ C7H14. ഓക്കെ ആണല്ലോ? ഇനി കാറ്റഗറി ബി വരുവാണ്, CH4 കേട്ടോ. CH4 വന്നു. അടുത്ത എവിടെ വന്നു? C2H6 ആണ് വന്നു. ഇവിടെ കാർബൺ 1 വന്ന്, ഹൈഡ്രജൻ 4 ഇവിടെ വന്നു അല്ലേ? അപ്പം എന്ത് അടുത്തതിൽ വന്നപ്പോൾ എങ്ങനെയാണ്? കാർബൺ ഒന്നുകൂടെ കൂടി, കാർബൺ 2 അപ്പം എന്താണ്? ഹൈഡ്രജൻ്റെ വാല്യൂ 6 ഇവിടെ കാർബൺ 1 ഹൈഡ്രജൻ എത്രയാണ് വന്നത്? 4 വന്നത്. അതായത് ഇവിടെ കാർബണിൻ്റെ വാല്യൂ 1 വന്നത്, ഹൈഡ്രജൻ 4 വന്നു അല്ലേ? അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. നമ്മൾ ആൽക്കൈനൈൻ്റെ ഒക്കെ എന്താണ് പൊതുവാക്കി എഴുതിയില്ല, അത് വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടെ എങ്ങനെ വരും? 2n+2 വരും അല്ലേ? ഇതാ ഇവിടെ അതുപോലെ തന്നെ കാർബൺ 2 വന്നു. ഇവിടെ എത്രയാണ് വന്ന്? 2n ഇല്ലേ? 4 വരും +2 വരും ഇല്ലേ? അപ്പോൾ അടുത്ത എത്ര വരും? C3 വരും. C3 അടുത്ത ഏതാണ് വരുന്നത്? C3H8 ആണ് വരുന്നത്. അടുത്ത ഏത് വരും? C4H10 വരും. ഇവിടെ C5H12 വന്നു. അവിടെ അടുത്ത എങ്ങനെയാണ്? C6H14 വരും. ഇനി അടുത്ത കാറ്റഗറിയിൽ വരുന്നതെന്ന് നോക്കിയാൽ C3H4 എന്നാണ് നടക്കുന്നത്. C3H4 വന്നു. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കിയാൽ C3H4 ആണ്, കാർബൺ 3 അല്ലേ? കാർബൺ 3. അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി എന്ന് വരുമ്പോൾ 6 വരും. 6 - 2 വന്നപ്പോഴാണ് 4 വന്നത്. മനസ്സിലായല്ലോ പറഞ്ഞു? അപ്പോൾ ഇവിടെ എങ്ങനെ വരും? C2 ഇല്ലേ? C2 വരും. ദെൻ C2 ഇതെങ്ങനെയാണ് വരുന്നത്? H2 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇതിൻ്റെ ഇവിടുത്തെ പൊതുവാക്കി ഓർത്തിരിക്കുക, CnH2n-2 എന്നാണ് വരുന്നത് അല്ലേ? അപ്പം C2 വന്നു. ദെൻ അതിൻ്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 4 വരും. 4ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ C2H2. മനസ്സിലായല്ലോ? അടുത്ത എങ്ങനെയാണ്? C4 ആണ് വരുന്നത്. C4 അടുത്തേത് വരും? H6 വരും അല്ലേ? അടുത്തേത് വരും? C5H8 ആണ് വരുന്നത്. ദെൻ C6H10 വരും. പിന്നെ C7H12. ഓക്കെ ആണല്ലോ? അപ്പോൾ കൃത്യമായിട്ട് അത് ഏത് സെക്ഷനാണെന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യുക കേട്ടോ. ഇനി ടു വിച്ച് ഹോമോലോഗോ സീരീസ് ഡസ് കാറ്റഗറി സി ബിലോങ്സ്? കാറ്റഗറി സി ഏത് ഹോമോലോഗോ സീരീസിലാണ് വരുന്നത്? നമ്മൾ കണ്ടു CnH2n-2 എന്നാണ് വന്നത്. അപ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ആൽക്കൈൻസിലാണ് വരുന്നത് അല്ലേ? ആൽക്കൈൻസ്. അതായത് ജനറൽ ഫോർമുല ഓഫ് കാറ്റഗറി എ. കാറ്റഗറി എ ഉണ്ടല്ലോ, കാറ്റഗറി എയുടെ ജനറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ? ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? CnH. ഇവിടെ വന്ന എങ്ങനെയാണ്? 6ന്റെ 2 ഇരട്ടി നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ 12 ഇവിടെ വന്നല്ലോ. അപ്പോൾ അതാണ് CnH2n.
അല്ലേ? അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? CnH2n. CnH2n എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ആൽക്കീൻ ഇല്ലേ? ആൽക്കീൻസിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, 5th one. The molecular formula of a few hydrocarbons are given below. കുറച്ച് ഹൈഡ്രോകാർബൺസിന്റെ മോളിക്കുലാർ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. Which among them belongs to alkene group? ആൽക്കീൻ ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് വരുന്നത്? അപ്പം ആൽക്കീൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുന്നത് CN ഇല്ലേ? ഡബിൾ ബോണ്ട് ആണ് വരുന്നത്, CnH2n. ഇതാണ് നമ്മുടെ മൈൻഡിൽ ആദ്യമേ വരേണ്ടത് ആൽക്കീൻ എന്ന് വരുമ്പോൾ. അപ്പോൾ ആ കാറ്റഗറി വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കുക. C2H4 വരുമല്ലോ, ദാ 2 ഇരട്ടി ഇത് വരുന്നുണ്ട്. ഇതില്ല. ദെൻ ഇത് വരുമോ? C2 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 4 എവിടെ വരണ്ടേ? അത് വരില്ല. ഇത് എവിടെ നോക്കിയേ, ഇതെങ്ങനെ വരും? 3 വരുമ്പോൾ അതിൻ്റെ 6 ഇവിടെ വരണം, അത് വരികയില്ല. പിന്നെ ഏതാണ് അടുത്ത ഏതാണ് വരുന്നത്? C3, അതിൻ്റെ 2 ഇരട്ടി എന്ന് വരുമ്പോൾ ഇവിടെ 6 ആണ് വരുന്നത്, അപ്പോൾ അതും വരികയില്ല. അപ്പോൾ ഏത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇല്ലേ? ഏതാണ് വരുന്നത്? C2H4 അല്ലേ? C2H4 ആണ് അവിടെ വരുന്നത്. ഇനി വിച്ച് കാറ്റഗറി ഡസ് C2H2 ബിലോങ്സ്? കേട്ടോ, ഏത് കാറ്റഗറിയിലാണ് C2H2 വരുന്നത് എന്നാണ് ചോദിച്ചത്. C2H2 എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ഒരു കാർബൺ ആറ്റം അല്ലേ? മനസ്സിലാക്കോട്ടോ, ഒരു കാർബൺ ആറ്റമാണ് അവിടെ ഉള്ളത്. ദെൻ അതിൻ്റെ 2 ഇരട്ടി നമ്മൾ നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? 2 ഇരട്ടി നോക്കുമ്പോൾ ആദ്യം ഏതാണ് നോക്കണം? 2 ഇരട്ടി നോക്കുക. അതായത് CnH2n നോക്കുക. അപ്പോൾ ഏത് വരും? 4 വരും. പക്ഷെ ഇവിടെ 4 അല്ല, അപ്പോൾ ഇത് 2 കുറയ്ക്കുക ചെയ്ത് അല്ലേ? അതായത് CnH2n-2 ആണ്. അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ആൽക്കൈൻസ് ഇല്ലേ? ആൽക്കൈൻസിലാണ് വരുന്നത്. Then which are the hydrocarbons having the general formula CnH2n+2? CnH2n+2 വരുന്ന ഹൈഡ്രോകാർബൺസ് ഇവിടെ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാന്ന് നോക്കിയേ, ഇത് ഏത് വരും? ഇത് CnH2n-ലാണ് വരുന്നത് അല്ലേ? ഇവിടെ നോക്കുക, ഇത് 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 4 വരും, പ്ലസ് 2 കൂടെ വരുമ്പോൾ 6 വരും. അപ്പോൾ ഏതാണ്? C2H6 ഉണ്ട്. ഇതുണ്ടോ? ഇത് വരികയില്ല. പിന്നെ ഇത് നോക്കി, ഇതിൻ്റെ 2 ഇരട്ടി 6 ആണ് വരുന്നത്, അതിൻ്റെ അടുത്ത് 2 ആഡ് ചെയ്യും, അപ്പോൾ 8 വരും. അപ്പോൾ C3H8, C2H6, C3H8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 hints regarding a hydrocarbon are given below. ഹൈഡ്രോകാർബനെ കുറിച്ചുള്ള 2 hints ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ, നോക്കാം. ഇറ്റ് ഹാസ് 3 കാർബൺ ആറ്റം, 3 കാർബൺ ആറ്റം ഉണ്ട്. പിന്നെ എന്താണ്? ദ ജനറൽ ഫോർമുല ഓഫ് ദ കാറ്റഗറി ടു വിച്ച് ദിസ് ഹൈഡ്രോകാർബൺ ബിലോങ്സ് ഈസ് CnH2n+2. CnH2n+2 വരുന്നതാണ് 3 കാർബൺ ആറ്റം. അപ്പം CnH2n+2 ആകുമ്പോഴേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം ഏതാണ് വരുന്നത്? ആൽക്കെയിൻ ആണ് അല്ലേ? ആൽക്കെയിൻ ആണ് വരുന്നത്, സിംഗിൾ ബോണ്ട് വരുന്നതാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുലയും IUPAC നെയിമും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മോളിക്കുലാർ ഫോർമുല എന്ന് വരും? 3 കാർബൺ ആറ്റം വന്നു ഇല്ലേ? 3 കാർബൺ ആറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് വരുന്നത് മോളിക്കുലാർ ഫോർമുല? CnH2n+2 അല്ലേ വരേണ്ടത്? 3 കാർബൺ ആറ്റമാണ്. അപ്പൊ അതിന്റെ 2 ടൈംസ് പറയുമ്പോൾ എങ്ങനെയാണ്? 6 വരും. അതിൻ്റെ അടുത്ത് 2 കൂടെ ആഡ് ചെയ്യണമല്ലോ, അപ്പൊ എത്ര വരും? 8 വരും. C3H8 മോളിക്കുലാർ ഫോർമുല. ഇനി എന്താണ്? ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ 3 കാർബൺ ആറ്റം. ആദ്യമേ നമ്മൾ ആൽക്കെയിൻ ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒന്നും നോക്കാതെ സിംഗിൾ ബോണ്ട് തന്നെ ഇടുക. 3 കാർബൺ ആറ്റാണ്. ഹൈഡ്രജൻ എത്ര എണ്ണം വേണം? 8 എണ്ണം വേണം. ബാക്കി ഫില്ല് ചെയ്യുക അല്ലേ? ബാക്കി ഫില്ല് ചെയ്യുക. ഇതാ ഇവിടെ 3 എണ്ണം വന്നു. ഇതാ ഇവിടെ എങ്ങനെയാണ്? 2 എണ്ണം വരും. 3 × 2 5 എണ്ണമായി. ഇതാ ഇവിടെ 3 എണ്ണം വരുമല്ലോ, ശരിയല്ലേ? 5 3 8 എണ്ണമായി. ഇനി റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ ഹൈഡ്രോകാർബൺ ഹാവിംഗ് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ആൻഡ് ഹാവിംഗ് ഡബിൾ ബോണ്ട്. സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ആയിരിക്കണം കേട്ടോ, അതുപോലെ തന്നെ ഡബിൾ ബോണ്ടും ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ് പറയുന്നത്. സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം, അതായത് C3. ഡബിൾ ബോണ്ട് വരും. അപ്പോൾ അവിടെ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? CnH2n ഇല്ലേ? CnH2n. അപ്പോൾ എങ്ങനെ വരും? C3H2n അല്ലേ? C3H6 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ ആലോചിച്ച് എന്താണ് ആലോചിക്കാന്നുള്ള 3 കാര്യം, ആൽക്കെയിന്, ആൽക്കീന്, ആൽക്കൈൻ, അതിന്റെ പൊതുവാക്യം നിങ്ങൾ പഠിച്ചിരിക്കുക. നെക്സ്റ്റ് വൺ, ഹിൻസ് അബൌട്ട് എ സൈക്ലിക് കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ. സൈക്ലിക് കോമ്പൗണ്ട്സിനെ കുറിച്ചുള്ള ഹിൻസ് തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഇറ്റ് ഹാസ് 6 കാർബൺ ആറ്റം ആൻഡ് 12 ഹൈഡ്രജൻ ആറ്റം. 6 കാർബൺ ആറ്റം ഉണ്ട്, സൈക്ലിക് ആണ് കേട്ടോ. 12 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സൈക്ലിക് ആണ്, 6 കാർബൺ ആറ്റം. അപ്പം ആദ്യമേ എന്താണ്? 6 കാർബൺ ആറ്റം വരയ്ക്കുക കേട്ടോ. അതാ ഇവിടെ ഒരെണ്ണം വരും, ഇതാ ഇവിടെ അല്ലേ? ഇവിടെ വരും, ഇതാ ഇവിടെ വരും, ഇവിടെ കേട്ടോ. 6 കാർബൺ ആറ്റം ഇല്ലേ? സൈക്ലിക് ആണ്.
അപ്പോൾ ഇതാ നോക്കുക, അരോമാറ്റിക് ഒന്നുമല്ല, സൈക്ലിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 12 ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 12 വേണം. ഇവിടെ 6 കാർബൺ ആറ്റം അല്ല, അപ്പോൾ ഓരോന്നേലും എത്ര എണ്ണം വേണം? 2 എണ്ണം വീതം വേണം അല്ലേ? 2 ഹൈഡ്രജൻ ആറ്റം. ഓരോ കാർബണയിലും 2 ഹൈഡ്രജൻ കൊടുക്കുക. ഓരോ കാർബണയിലും 2 ഹൈഡ്രജൻ വീതം കൊടുത്തേക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സൈക്ലിക് ആണ് കേട്ടോ. ആരോമാറ്റിക് എന്ന് പറഞ്ഞിട്ടില്ല. ആരോമാറ്റിക് ആവുകയാണെങ്കിൽ നമുക്കറിയാം ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബോണ്ട് വരും ഇല്ലേ? ഡബിൾ ബോണ്ട് വരും. Then write the structural formula of the open chain hydrocarbon having the same molecular formula. Same molecular formula വരുന്നതിൻ്റെ ഒരു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ത് വരും? C6 അല്ലേ? C6H12 ആണ് മോളിക്കുലാർ ഫോർമുല വരുന്നത്. അപ്പോൾ ഈ മോളിക്കുലാർ ഫോർമുല വരുന്ന മറ്റൊരു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ആദ്യമേ നോക്കണം, C6H12 ആണ് വന്നിരിക്കുന്നത്. അപ്പം ഏത് കാറ്റഗറി വരുന്നതെന്ന് ആദ്യമേ നോക്കുക കേട്ടോ. ഇതാ നോക്കുക, C6H12 ആണ്. അപ്പം CN കൊടുത്തു, അതിൻ്റെ ഇരട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഏത് കാറ്റഗറി വരും? അതായത് CnH2n കാറ്റഗറിയിലല്ലേ വരുന്നത്, അതായത് ആൽക്കീനിലാണ് വരുന്നത്. അതാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇല്ലേ? മോളിക്കുലാർ ഫോർമുല വെച്ചിട്ട് നമ്മൾ ആദ്യമേ അത് മനസ്സിലാക്കണം, എന്നിട്ട് വേണം സ്ട്രക്ചർ വരയ്ക്കാൻ. കാരണം വെറുതെ ഇങ്ങനെ വരച്ചു വെച്ചാൽ ഏത് ബോണ്ടാണ് നമുക്ക് മനസ്സിലാവുകയല്ലോ. അപ്പം ഏതാണ് അവിടെ അതിൻ്റെ ഏത് കാറ്റഗറിയിൽ വരുന്നതെന്ന് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ആൽക്കീനാണ്, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ആദ്യമേ 6 കാർബൺ ആറ്റം വരയ്ക്കുക. 1 2 3 4 5 6 കാർബൺ. പിന്നെന്താണ്? ഡബിൾ ബോണ്ട് പറഞ്ഞത് അല്ലേ? അതാ ഇവിടെ നമുക്ക് ആദ്യമേ ഡബിൾ ബോണ്ട് കൊടുക്കാം. ബാക്കി എല്ലായിടത്തും ഒന്നും നോക്കാതെ നമുക്ക് സിംഗിൾ ബോണ്ടും കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഇനി ഹൈഡ്രജൻ നോക്കണല്ലോ, ഇവിടെ ഡബിൾ ബോണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ 2 ഹൈഡ്രജൻ കൊടുക്കുക അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജനും കൊടുത്തു, ഇവിടെ ഒരു ഹൈഡ്രജനും കൊടുത്തു. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കാം അല്ലേ? ഇവിടെ 2 എണ്ണം ഉള്ളൂ. അപ്പോൾ ബാക്കി 2 എണ്ണം ഇവിടെ കൊടുത്തു. ബാക്കി ഇവിടെയൊക്കെ എന്താണ്? 2 എണ്ണം കൊടുക്കണം അല്ലേ? 2 എണ്ണം വീതം വെച്ചാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ നമ്മൾ 2 എണ്ണം കൊടുത്തു. പിന്നെ അതാണ് ഇവിടെ ഒരെണ്ണം അല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഹൈഡ്രജൻ ബാക്കി 3 എണ്ണം ഇവിടെ കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അത് കൃത്യമായിട്ട് വരയ്ക്കണം. അപ്പം ബോണ്ട് ഡബിൾ ബോണ്ട് വരുന്ന ഏരിയ എവിടെയാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വരയ്ക്കുക കേട്ടോ. ഇനി റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ ആൽക്കെയിൻ ഹാവിംഗ് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. ആൽക്കെയിൻ മോളിക്കുലാർ ഫോർമുല ആൽക്കെയിൻ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ്. അതായത് C6 ആണ് വരേണ്ടത് കാർബൺ ആറ്റം. C6 വന്നു, ആൽക്കെയിൻ ആണ് വരേണ്ടത്. അപ്പോൾ ആൽക്കെയിൻ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർത്തോണം H2n+2 ആണ് വരേണ്ടത്. അപ്പോൾ 6ന്റെ 2 ഇരട്ടി 12, അതിൻ്റെ അടുത്ത് 2 കൂട്ടുക, 12 2 14, C6H14. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ചെയിൻ ഹാവിംഗ് കാർബൺ ആറ്റംസ് ഈസ് ഗിവൺ ബിലോ. ഒരു ചെയിനാണ്, അതിന് കാർബൺ ആറ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഡബിൾ ബോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റംസ് ടു ഈച്ച് കാർബൺ ആറ്റം. റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം. ഈ സ്ട്രക്ചർ അവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹൈഡ്രജൻ ആറ്റം ഫില്ല് ചെയ്തിട്ട് സ്ട്രക്ചർ അവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ടൊന്ന് എടുത്ത് വരയ്ക്കാം കേട്ടോ. ഇതാ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. എത്ര? 5 കാർബൺ ആറ്റാണ് അല്ലേ? 5 കാർബൺ ആറ്റാണല്ലോ. അപ്പം സ്ട്രക്ചർ കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ അടുത്ത ഭാഗത്ത് ഇവിടെ എങ്ങനെയായിട്ട് വരും? അടുത്തതാ ഇവിടെ 2 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുത്തു. ദെൻ പിന്നെ ഞാൻ ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ 2 എണ്ണം ഉണ്ട്. ദെൻ ഇവിടെ ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുത്തു. മനസ്സിലായല്ലോ? ബാക്കി എല്ലായിടത്തും അല്ലേ ഓരോന്ന് ഇതല്ലേ ഉള്ളൂ. അപ്പം ഹൈഡ്രജൻ ബാക്കി സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബാക്കി അവിടെ കൊടുത്തു. ഇവിടെ ഒരെണ്ണം ഉള്ളൂ, ഹൈഡ്രജൻ ഇവിടെ കൊടുത്തു. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് ഇതിൻ്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 5 കാർബൺ ആറ്റാണ് അല്ലേ? 5 കാർബൺ ആറ്റം പെൻറ്റ് വരും ഇല്ലേ? പെൻറ്റ് വരും. പെൻറ്റ് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് പെൻറ്റീൻ ഇല്ലേ? പെൻറ്റീൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇനി അടുത്തത് ബി പാർട്ട് എന്താണ്? റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട് ഇല്ലേ? ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പെൻറ്റീൻ ആണ്. അപ്പം എത്രയാണ്? 5 കാർബൺ ആറ്റാണ്, C5 ആണ്. പെൻറ്റീൻ ആണ് വരുന്നത് ഇല്ലേ? പെൻറ്റീൻ ആണ് വരുന്നത്. അപ്പം നോക്കി തന്നെ എഴുതിച്ചാൽ മതി എത്ര ഹൈഡ്രജൻ ആണ് ഇവിടെ വരുന്നത് എന്നുള്ളത് നോക്കി തന്നെ. C5H10 വരും അല്ലേ? 10 ഹൈഡ്രജൻ ആണ് ഇവിടെ ഉള്ളത് ഇല്ലേ? 10 ഹൈഡ്രജൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം പെൻറ്റീൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ CnH2n അല്ലേ വരുന്നത് അല്ലേ? അതായത് ആൽക്കീൻ്റെ മോളിക്കുലാർ ഫോർമുല ഇതല്ലേ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് നോക്കി തന്നെ ഹൈഡ്രജൻ എത്രയുണ്ട് അത് എണ്ണി അങ്ങ് എഴുതിയാലും മതി. നെക്സ്റ്റ് വൺ,
ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് എ സൈക്ലിക് കോമ്പൗണ്ട് ഹാവിംഗ് ദ സെയിം മോളിക്കുലാർ ഫോർമുല. സെയിം മോളിക്കുലാർ ഫോർമുലുള്ള ഒരു സൈക്ലിക് കോമ്പൗണ്ട് കേട്ടോ. ഇതേ മോളിക്കുലർ, അതായത് C5 വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു സൈക്ലിക് കോമ്പൗണ്ടിന് സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്ട്രക്ചർ വരയ്ക്കുക. അപ്പോൾ നോക്കാം സ്ട്രക്ചർ നമുക്ക് കേട്ടോ. C5H10 ആണ് വരുന്നത്. സൈക്ലിക്ക് വരണം കേട്ടോ. സൈക്ലിക്ക് വരണം, അതായത് 5 കാർബൺ ആറ്റം ഇല്ലേ, 5 കാർബൺ ആറ്റം ഇല്ല. 5 കാർബൺ ആറ്റം വരുമ്പോൾ ഇതാ ഇവിടെ 1 2 3 4 5 ഇതാ ഇവിടെ 5 കാർബൺ ആറ്റം കൊടുത്തു ഇല്ലേ. അപ്പോൾ ഇതാ നോക്കിയേ. ദെൻ പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ബോണ്ട് കൊടുക്കുക കേട്ടോ. ബോണ്ട് കൊടുത്തു. പിന്നെ ഇതാണ് 10 ഹൈഡ്രജൻ. എല്ലാത്തേലും എന്താണ് 2 അല്ലേ, 2 ഹൈഡ്രജൻ. ഓരോ കാർബൺ ആറ്റത്തിലും 2 ഹൈഡ്രജൻ കൊടുക്കുക. അപ്പം അതും ഓക്കെ ആവും. മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെ വരും. ഇനി എന്താണ്, അതായത് IUPAC നെയിം ഓഫ് ദി സൈക്ലിക് കോമ്പൗണ്ട്. ഈ സൈക്ലിക് കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് IUPAC നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്? സൈക്ലിക് വരുമ്പോൾ സൈക്ലോ എന്ന് വരും അല്ലേ. സൈക്ലോ 5 കാർബണാറ്റ് ആണ്. അപ്പൊ എങ്ങനെ വരും? സൈക്ലോ പെൻറ്റെയിൻ അല്ലേ. സൈക്ലോ പെൻറ്റെയിൻ എന്നാണ് ഇതിന്റെ IUPAC നെയിം. അടുത്ത ക്വസ്റ്റ്യൻ, the molecular formula of an alicyclic compound is C4H8. alicyclic compoundന്റെ molecular formula ആണ് ഇവിടെ തന്നിരിക്കുന്നത്. C4H8. write the structural formula of this compound. അപ്പം ഈ ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല അലിസൈക്ലിക് ആണ്. അലിസൈക്ലിക് എന്ന് പറയുമ്പോൾ ഓർത്തോണം എന്താണ് ഉദ്ദേശിക്കുന്നത്? സൈക്ലിക് കോമ്പൗണ്ട് ആണ്. അപ്പം അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുക. അപ്പം 4 കാർബണാറ്റ് ആണല്ലേ, അതാണ് C4H8 എന്നല്ല. അപ്പം 4 കാർബണാറ്റ് ആണ്. അപ്പോൾ സൈക്ലിക് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ വരയ്ക്കാം. 4 കാർബണാറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഹൈഡ്രജൻ എത്രയാണ്? 8 എണ്ണമാണ് വരുന്നത്. അപ്പോൾ എന്താണ്, ഓരോ കാർബണയിലും എത്ര വീതം? 2 ഹൈഡ്രജൻ വീതം അല്ലേ. ഓരോ കാർബണയിലും 2 ഹൈഡ്രജൻ വീതം കൊടുത്തേക്കുക. ഇങ്ങനെ കൊടുക്കാം ഇല്ലേ. അപ്പം അതും കിട്ടി. മനസ്സിലായല്ലോ. ഇനി അതിന്റെ ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവിംഗ് ദ സെയിം മോളിക്കുലാർ ഫോർമുല. സെയിം മോളിക്കുലാർ ഫോർമുല, അതായത് C4H8. അപ്പോൾ അതുള്ള ഒരു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. C4H8 ആണ്. ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? C4 CN അല്ലേ. H8 ഇരട്ടിയാണ്, അതായത് ഡബിൾ ആണ് വന്നത് അല്ലേ. അപ്പം എന്ത് വരും? 2 ഇരട്ടിയാണ്. അപ്പം CN H2N CnH2N എന്ന് വെച്ച കാറ്റഗറി വരും. അതായത് ഏതാണ് വരുന്നത്? ആൽക്കീനിലാണ് വരുന്നത് അല്ലേ. ആൽക്കീനാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡബിൾ ബോണ്ട് അവിടെ വരണം അല്ലേ. അപ്പം നമുക്ക് വരയ്ക്കാം. 4 കാർബൺ ആറ്റം 1 2 3 4 ഡബിൾ ബോണ്ട് അല്ലേ. ഡബിൾ ബോണ്ട് നമുക്ക് എവിടെ കൊടുക്കാം? എന്താ ഇവിടെയാണ് ഡബിൾ ബോണ്ട് കൊടുക്കേണ്ടത്. ബാക്കി സിംഗിൾ ബോണ്ടാണ്. ഓക്കെ ആണല്ലോ. C4H8 എന്നല്ല പറയുന്നത്. അപ്പോൾ ബാക്കി എത്ര ഹൈഡ്രജൻ കൊടുക്കണം? എന്താ ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുത്തു. ഇതാ ഇവിടെ. അപ്പോൾ ഇത് ഓൾറെഡി 2 എണ്ണം ആയി. ഇവിടെ നോക്കിയേ, ഇവിടെ 2 ഉണ്ട് 3 ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കാം. ബാക്കി ഇവിടെ 2 ഹൈഡ്രജൻ ആണ് ഇവിടെ വരേണ്ടത് അല്ലേ. ബാക്കി ഇതാ ഇവിടെ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഈ രീതിയിലാണ് അതിൻ്റെ എന്ത് പറയുക ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ സ്ട്രക്ചർ ഓഫ് ആൻ ആലിസൈക്ലിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ ബിലോ. ആലിസൈക്ലിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കുക. വാട്ട് ഈസ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല? ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആലിസൈക്ലിക് ആണ്, ഡബിൾ ബോണ്ടും അവിടെ ഉണ്ട് അല്ലേ. വാട്ട് ഈസ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ത് വരും? നമുക്ക് മോളിക്കുലാർ ഫോർമുല എഴുതാം. ആദ്യം നോക്കുക കേട്ടോ. എന്താണ് മോളിക്കുലാർ ഫോർമുല വരുന്നത്? എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഇല്ലേ. 4 കാർബൺ ആറ്റം ആണ് അവിടെ ഉള്ളത്. ദെൻ ഹൈഡ്രജൻ എണ്ണം എത്രയാണ് ഇവിടെ ഉള്ളത്? 4 2 6 ഇല്ലേ. അപ്പം എന്താണ്? C4H6 എന്നാണ് മോളിക്കുലാർ ഫോർമുല. റൈറ്റ്സ് IUPAC നെയിം. അതിന്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. IUPAC നെയിം എന്താണ് വരുന്നത്? സൈക്ലിക് ആണ്. അപ്പം സൈക്ലോ ഇല്ലേ. സൈക്ലോ എത്ര കാർബൺ ആറ്റാണ്? 6 കാർബൺ ആറ്റാണ്. ദെൻ ഇനി എത്ര കാർബൺ ആറ്റാണുള്ളത്? 4 കാർബൺ ആറ്റം അല്ലേ. അപ്പം എന്ത് വരും? സൈക്ലോ ബ്യൂട്ടീൻ. ഡബിൾ ബോണ്ട് വന്നു. അപ്പോൾ സൈക്ലോ ബ്യൂട്ടീൻ എന്ന് വരും. Then അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് an ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവിംഗ് ദ സെയിം മോളിക്കുലാർ ഫോർമുല. സെയിം മോളിക്കുലാർ ഫോർമുല ഉള്ള ഒരു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ, അതായത് C4H6 ആണ് വരുന്നത്. ഏത് കാറ്റഗറി വരും? C4H6 ആണ്. അതായത് CnH 2 ഇരട്ടി എടുത്തു, അതിന് 2 കുറയ്ക്കുമല്ലോ. CnH2n -2 വരും ഇല്ലേ. അതിപ്പോൾ ഏതിലാണ് വരുന്നത്? നമ്മുടെ ആൽക്കൈനിലാണ് വരുന്നത്. ആൽക്കൈൻസിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും എന്ത് വേണം? ട്രിപ്പിൾ ബോണ്ട് വേണം. അപ്പൊ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? 4 കാർബൺ ആറ്റം അല്ലേ. 4 കാർബൺ ആറ്റം. ആദ്യമേ 4 കാർബൺ ആറ്റം കൊടുക്കുക. പിന്നെ ട്രിപ്പിൾ ബോണ്ട് ആണല്ലേ. അതാ ഇവിടെ നമുക്ക് ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം ഇല്ലേ. ബാക്കി സിംഗിൾ ബോണ്ട് കൊടുക്കുക. പിന്നെ എന്താണ് ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ 3, ഇവിടെ 4 എണ്ണമായി, അത് ഫില്ലായി. ഇവിടെ 2 എണ്ണേ ഉള്ളൂ. ബാക്കി ഹൈഡ്രജൻ ഇതാ ഇവിടെ കൊടുത്തു. ഇവിടെ ഇല്ലേ ഈ കാർബൺ. പിന്നെ ഇവിടെ നമുക്ക് 3 ഹൈഡ്രജനും ഈ ഒരു രീതിയിൽ കൊടുക്കണം. മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ്
നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. അതായത് C4H6ൻ്റെ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണിൻ്റെ സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോളിക്കുലർ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ ഈസ് C3H6. C3H6 ആണ് മോളിക്കുലർ ഫോർമുല. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ ആദ്യമേ നോക്കേണ്ട കാര്യം എന്താണ്? C3H6 ആണ് വന്നിരിക്കുന്നത് അല്ലേ, C3H6. അപ്പൊ അത് നോക്കുക, C3H6 എന്ന് വരുമ്പോൾ ഏത് കാറ്റഗറി വരും? അതായത് CnH2n കാറ്റഗറിയിലാണ് വരുന്നത് ഇല്ലേ. അതായത് ആൽക്കീൻ ആണ് അല്ലേ, ആൽക്കീൻ ആണ്. അപ്പൊ എന്ത് വരും? ഡബിൾ ബോണ്ട് വരും. അപ്പൊ ആദ്യമേ 3 കാർബൺ ആറ്റം കൊടുക്കുക, 3 കാർബൺ ആറ്റം അല്ലേ, ഡബിൾ ബോണ്ട്. ഇതാ ഇവിടെ ഡബിൾ ബോണ്ട് വരും, മനസ്സിലായല്ലോ. പിന്നെ എന്ത് വേണം? ഹൈഡ്രജൻ അല്ലേ, ഹൈഡ്രജൻ ബാക്കി ഫില്ല് ചെയ്യുക. ഇതാ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 3 നമുക്ക് ഇതാ ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കുമ്പോൾ 4 എണ്ണമായി. ഇവിടെ 2 3 ഇതാ ഇവിടെ ഒരു ഹൈഡ്രജനും കൂടെ കൊടുത്തു. ദെൻ ബാക്കി ഈ കാർബണിന് ചുറ്റും 3 ഹൈഡ്രജനും കൂടെ വരും, മനസ്സിലായല്ലോ. അപ്പോൾ 3 കാർബൺ ആറ്റമായി, ദെൻ 6 ഹൈഡ്രജൻ ആറ്റവുമായി. ഓക്കെ ആണല്ലോ. ഇനി ബി പാർട്ട് എന്താണ്? ടു വിച്ച് കാറ്റഗറി ഡസ് ഇറ്റ് ബിലോങ്സ്? ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആൽക്കീൻ അല്ലേ, ആൽക്കീനിലാണ് വരുന്നത്. ഇനി ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ആൻ ആലിസൈക്ലിക് കോമ്പൗണ്ട് ഹാവിംഗ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് C3H6. C3H6 വന്ന മോളിക്കുലർ ഫോർമുല C3H6 വരണം. അപ്പോൾ അതിൻ്റെ ആലിസൈക്ലിക് കോമ്പൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് 3 കാർബൺ ആറ്റം അല്ലേ, ഇതാ ഇങ്ങനെ 3 കാർബൺ ആറ്റാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഹൈഡ്രജൻ അല്ലേ, പിന്നെ ബോണ്ട് ഇവിടെ കൊടുത്തു. പിന്നെ ഹൈഡ്രജൻ 6 എണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ കാർബണേലും നമ്മൾ 2 എണ്ണം വീതം കൊടുക്കുക അല്ലേ, ഓരോ കാർബണേലും 2 എണ്ണം വീതം കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറായി. പിന്നെ റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം അല്ലേ, എന്താണ് വരുന്നത്? സൈക്ലിക് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ സൈക്ലോ, 3 കാർബൺ ആറ്റം ഉണ്ട്, സൈക്ലോ പ്രൊപ്പെയിൻ ഇല്ലേ, സൈക്ലോ പ്രൊപ്പെയിൻ എന്നാണ് അതിൻ്റെ IUPAC നെയിം. Then write the molecular formula of naphthalene. നാഫ്തലിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ് C10H8 കേട്ടോ, പഠിച്ചോണം കേട്ടോ. C10H8 ആണ് നാഫ്തലീൻ വരുന്നത്. നാഫ്തലീനും ബെൻസീനും ഒക്കെ കൃത്യമായിട്ട് തന്നെ മോളിക്കുലാർ ഫോർമുലൊക്കെ കാണാൻ പഠിച്ചോളൂ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് നാഫ്തലീൻ. നാഫ്തലിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറിയാലോ, ടെക്സ്റ്റ് ബുക്കിലുള്ള സ്ട്രക്ചർ തന്നെയാട്ടോ, നോക്കി കൃത്യമായിട്ട് വരച്ച് പഠിക്കണം കേട്ടോ. വരച്ച് പഠിച്ചിട്ട് കൃത്യമായിട്ട് വരയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 13th one. What is a method used to separate the compounds from petroleum? പെട്രോളിയത്തിൽ നിന്ന് കോമ്പൗണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും അല്ലേ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ആംശിക ഛേദനം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നാണ് പറയുന്നത്. ബ്യൂട്ടൈൻ, ദ മെയിൻ കോമ്പോണന്റ് ഓഫ് LPG, ഈസ് ആൻ ആൽക്കൈൻ. It has 4 carbon atom. Write the structural formula of butane. ബ്യൂട്ടൈൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 കാർബൺ ആറ്റം ആണല്ലോ, 4 കാർബൺ ആറ്റം, 2 3 4. ബ്യൂട്ടൈൻ ആണ്, സിംഗിൾ ബോണ്ട് അല്ലേ, ബ്യൂട്ടൈൻ ആണ് വരുന്നത്. ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക അല്ലേ. അതാ ഇവിടെ 3 ഹൈഡ്രജൻ വരും, ഇവിടെ 1 ഹൈഡ്രജൻ വരും, ഇവിടെ 1 ഹൈഡ്രജൻ വരും. ഈ കാർബണിൻ്റെ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, 2 ഹൈഡ്രജൻ. ദെൻ പിന്നെ ഇവിടെ 3 എണ്ണം വരും. This is a butane. Next question നോക്കുക. Which among the following gas does not cause global warming? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നില്ലാത്ത ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതാണ്? മീഥൈൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്. ഏതാണ്? നൈട്രജൻ അല്ലേ. ബാക്കി എല്ലാ ഗ്യാസുകളും എന്താണ്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നതാണ്. റൈറ്റ് 2 ways to prevent global warming. ഗ്ലോബൽ വാർമിങ്ങിനെ എന്താണ് പ്രിവെന്റ് ചെയ്യാനുള്ള 2 മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതുക കേട്ടോ. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വെൻ എവർ പോസിബിൾ അല്ലേ, മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ മെത്തേഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കാർബൺ എമിഷനൊക്കെ റെഡ്യൂസ് ചെയ്യുക. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ധാരാളം വൃക്ഷങ്ങളൊക്കെ വച്ചുപിടിപ്പിക്കുക കേട്ടോ. അപ്പം ഗ്ലോബൽ വാർമിങ്ങിനെ കുറയ്ക്കാനുള്ള മാർഗങ്ങളൊക്കെ എഴുതുക. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ലെറ്റർ എസ്സസിലുള്ളത്. അപ്പം കൃത്യമായിട്ട് പഠിക്കുക. അത് നമ്മളെ ഹയർ ക്ലാസ്സുകളിലേക്ക് 10ാം ക്ലാസ്സിൽ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ എല്ലാം ചെയ്തു എഴുതിയൊക്കെ പഠിക്കുക. പ്രത്യേകിച്ച് ആ പൊതുവാക്യം അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ആൽക്കൈന്, ആൽക്കീന്, ആൽക്കൈന് അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വരച്ച് തന്നെ അതിൻ്റെ സ്ട്രക്ചറൊക്കെ കൃത്യമായിട്ട് വരച്ച് തന്നെ പഠിക്കുക. പൊതുവാക്യമൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റനും ആൻസറൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്